നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. ആനിമല്ലു വാർത്താവലോകന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണമെന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളുമായി ശ്രീമതി അജരാജമുഖി ചേരുന്നു. നമസ്കാരം. ഈ ആഴ്ചയിലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കാം. 100 മീറ്റർ കൂടുതൽ ഉയരമില്ലെങ്കിൽ ഒരു പർവ്വതത്തിന് പോലും ഇന്ത്യയിൽ നിലനിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉത്തരേന്ത്യയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. പറഞ്ഞു വരുന്നത് ആരവല്ലി പർവ്വതനിരയെ പറ്റിയാണ്. പല സംസ്ഥാനങ്ങളിലായി ഏകദേശം 750 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന പർവ്വതനിരയാണ് ആരവല്ലി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിദത്തമായ കവചം എന്നാണ് ആരവല്ലിയെ വിശേഷിപ്പിക്കുന്നത്. ഈ പർവ്വതനിരകൾ കാരണമാണ് നമ്മുടെ താർ മരുഭൂമി ഇനിയും ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലേക്ക് വളരാത്തത്. വായുമലിനീകരണം കൊണ്ട് വളയുന്ന ഡൽഹി അടക്കമുള്ള നഗരങ്ങൾക്ക് വലിയൊരാശ്വാസമാണ് ആരവല്ലി. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം സുപ്രീം കോടതി വളരെ വിചിത്രമായ ഒരു വിധിന്യായം ഈയിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. 100 മീറ്ററിൽ കൂടുതലുള്ള സ്ഥലങ്ങൾ മാത്രമേ ഇനി വലിയ പർവ്വതനിരകളുടെ ലിസ്റ്റിൽ പെടുകയുള്ളൂ അത്രേ. അതായത് ഉത്തമ, ഈ പർവ്വതത്തിന്റെ വെറും 8% മാത്രമേ ഇനി പർവ്വതനിരകളായി കണക്കാക്കുകയുള്ളൂ. ഞെട്ടിയോ? ഇല്ലെങ്കിൽ ഞെട്ടിക്കോ? ബാക്കി 92% മൈനിങ് മാഫിയകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു വിധിന്യായമാണ് വന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് മരങ്ങളും പക്ഷികളും പിന്നെ ഞങ്ങൾ മൃഗങ്ങളും ഉള്ള ഈ പ്രദേശം വെട്ടിപ്പൊളിച്ച് കാശുണ്ടാക്കാൻ ആർക്കൊക്കെയോ തീരെഴുതി കൊടുക്കുന്നു എന്ന് ചുരുക്കം. ഞങ്ങൾ മൃഗങ്ങൾക്ക് മാത്രമല്ല, ഉത്തർപ്രദേശ്, ഹരിയാന തുടങ്ങിയ സ്ഥലങ്ങളിലെ ജലക്ഷാമം പോലും പരിഹരിക്കുന്നത് ഈ ആരവല്ലി നിരകളിൽ നിന്നും ഒഴുകുന്ന ചെറിയ ചെറിയ നദികളാണ്. ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? നോട്ടുകെട്ടുകളുടെ തിളക്കം കണ്ട് ആരൊക്കെയോ കാണിച്ചു കൂട്ടാൻ പോകുന്ന ഈ കൊള്ളരുതായ്മയിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ വാസസ്ഥലം കൂടിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ മൂടുതാങ്ങികളായ ചില മാധ്യമങ്ങൾ പറയുന്നത് ആരവല്ലി പർവ്വതനിര കാരണമാണ് ഡൽഹിയിലെ വായുമലിനീകരണം കുറയാത്തതത്രേ. എത്ര വിചിത്രമായ കണ്ടെത്തലുകൾ! ഈ കണക്കിന് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പോലെയുള്ള പല പ്രശ്നങ്ങളും ഈ പർവ്വതനിര കാരണമാണെന്ന് മാധ്യമങ്ങൾ പറയാനും സാധ്യതയില്ലാതില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ കൊള്ളരുതായ്മകൾക്കെതിരെ ഭാരതത്തിലെ ജെൻസി കുട്ടികൾ നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. ഒരു ക്രിസ്തുമസ് കാലം കൂടെ കടന്നുപോയി. ലോകമെങ്ങും ക്രിസ്തുമസ് ആഘോഷിച്ചപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ആഘോഷങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. ഇന്ത്യയിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികൾക്കും ആഘോഷങ്ങൾക്കും നേരെ വ്യാപകമായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ ക്രിസ്തുമസ് കാലത്ത് മാത്രം ഇന്ത്യയിലുടനീളം 80-ലധികം അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കാഴ്ചപരിമിതിയുള്ള കുട്ടികൾക്കായി നടത്തിയ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് പോലും അതിക്രമിച്ചു കയറുന്ന സംഘപരിവാർ ആക്രമികൾ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയാണ് ചോദ്യം ചെയ്യുന്നത്. ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുക്കിയ പുൽക്കൂടുകളും അലങ്കാരങ്ങളും തല്ലി തകർക്കുന്ന ദൃശ്യങ്ങൾ ലോകജനതയ്ക്ക് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തും എന്ന് ഉറപ്പാണ്. ഈ പറഞ്ഞതെല്ലാം അങ്ങ് നോർത്തിൽ മാത്രമാണെന്ന് കരുതാൻ വരട്ടെ. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലും ആക്രമണം ഉണ്ടായി. പാലക്കാട് പുതുച്ചേരിയിൽ കരോൾ സംഘത്തിന് നേരെ ആക്രമണമുണ്ടാവുകയും വാദ്യോപകരണങ്ങൾ തകർക്കുകയും ചെയ്തു. സംഭവത്തിൽ ഒരു RSS പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അണികൾക്കിടയിൽ അന്ധമായ അപരമത വെറുപ്പ് പടർത്തിയ ശേഷം കേക്കും സ്വർണ്ണ കിരീടവുമായി പള്ളികൾ കയറിയിറങ്ങുന്ന നേതാക്കളുള്ള നാട്ടിൽ ഇനിയും ഇതിനപ്പുറവും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ മറ്റ് സംഘടനകൾ വൻ ജനാവലിയുമായി മെഗാ കരോൾ വരെ കേരളത്തിൽ നടത്തി. ക്രിസ്മസ് ആയിട്ട് ഒരു സാന്താക്ലോസിന് പോലും പേടിയോടെ വരേണ്ട രാജ്യം എന്ന ലേബലിലേക്ക് നമ്മൾ പോകുന്ന കലികാലമാണ് മുന്നിൽ നിൽക്കുന്നത്. കേരളത്തിൽ നിന്നും മറ്റു വാർത്തകളുമായി ശ്രീ കുമാർ കുറുക്കൻമൂല ജോയിൻ ചെയ്യുന്നു. നമസ്കാരം, ഞാൻ കുമാർ കുറുക്കൻമൂല. മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ വിട പറഞ്ഞ ആഴ്ചയായിരുന്നു കടന്നുപോയത്. അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ ഒരു വിവാദത്തിൽ തിരികൊളുത്തുകയുണ്ടായി. സ്വന്തം സിനിമകളിലൂടെയും കഥാപാത്രങ്ങളുടെയും എന്നും ആൾദൈവങ്ങളെയും തട്ടിപ്പു ദിവ്യന്മാരെയും അറഞ്ചം പുറഞ്ചും ട്രോളിയിട്ടുള്ള ശ്രീനിവാസന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കാൻ നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ പ്ലാച്ചിമട സ്വാമി എന്നറിയപ്പെടുന്ന സൊല്ല് സ്വാമി നുഴഞ്ഞു കയറിയത് വിവാദമായി. ശ്രീനിവാസന്റെ വിയോഗത്തിൽ തകർന്നിരിക്കുന്ന കുടുംബവും സുഹൃത്തുക്കളും പിന്നീടാണ് ഇയാളെ ആരും ഏർപ്പാടാക്കിയതല്ല എന്നും കിട്ടിയ ഗ്യാപ്പിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചതാണെന്നും മനസ്സിലാക്കിയത്. അത്യാവശ്യം മീഡിയ അറ്റൻഷൻ കിട്ടുന്ന മരണവീടുകളിൽ ഇതിനു മുൻപും സൊല്ലുസ്വാമി കുമ്മനടിച്ച് കർമ്മം നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ശ്രീനിവാസൻ ആട്ടി ഓടിക്കാൻ സാധ്യതയുള്ള ആളുകൾ തന്നെ
അദ്ദേഹത്തിൻ്റെ മരണത്തിൽ മുതലെടുപ്പ് നടത്തിയത് വേദനയുണ്ടാക്കി. എന്തായാലും കുടുംബം തട്ടിപ്പു സ്വാമിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് കങ്കാരു ബുള്ളറ്റിൻ ഡെസ്കിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ്. നന്ദി. കങ്കാരു ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു രസകരമായ വാർത്ത ക്യൂൻസ്ലാൻഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കങ്കാരുവും ഒരു സെക്യൂരിറ്റി ഗാർഡും തമ്മിൽ നടന്ന ഗുസ്തിയാണ് ആളുകളിൽ ചിരി പടർത്തിയത്. സംഗതി നിസ്സാരമാണ്. ഒരു ഫംഗ്ഷൻ നടക്കുന്ന ഇടത്തേക്ക് കയറാൻ ശ്രമിച്ച കങ്കാരുവിനെ സെക്യൂരിറ്റി ഗാർഡ് തടയാൻ ശ്രമിച്ചത് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവസാനം കങ്കാരു ചേട്ടൻ ചാടി ഒരു കിക്ക് കൊടുത്തതും ഗാർഡ് നിലത്ത് വീണു. കങ്കാരു ഇപ്പോൾ അവിടെ ഒരു ബോർഡും വെച്ച് നടക്കുകയാണത്രേ, ഇനി ആരെങ്കിലും എന്നെ എതിർക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട്. എന്തായാലും ആനിമല്ലുവിൻ്റെ ധീരനായ ഈ യോദ്ധാവിന് ഞങ്ങളുടെ എല്ലാ ആശംസകളും നേരുന്നു. മറ്റൊരു വാർത്ത ഓസ്ട്രേലിയൻ മലയാളികൾ ഇപ്പോൾ യുദ്ധക്കളത്തിലാണ് എന്നതാണ്. സംഗതി മറ്റൊന്നുമല്ല, നമ്മുടെ +2 തുല്യമായ ഹയർ സ്കൂൾ സർട്ടിഫിക്കറ്റ് റിസൾട്ട് വന്നിരിക്കുന്നു. ഓസ്ട്രേലിയയിൽ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞാൽ ബീച്ചിലും പാർട്ടികളിലും കറങ്ങി നടക്കുമ്പോൾ നമ്മുടെ സിഡ്നിയിലെ പപ്പമാരും മമ്മിമാരും കഴിഞ്ഞ ഒരാഴ്ചയായി കാൽക്കുലേറ്ററും പിടിച്ച് ഇരിക്കുകയാണ്. തങ്ങളുടെ കുട്ടിയുടെ ATAR എങ്ങനെ ഒരു 99.9 ആക്കി നാട്ടുകാരെ കാണിക്കാം എന്നാണ് അവരുടെ ഗവേഷണം. പല അസോസിയേഷൻ മീറ്റിങ്ങുകളിലും കാണുന്ന കാഴ്ചയും വിചിത്രമാണ്. പ്രസിഡന്റ് മൈക്കെടുത്ത് ഒരു 10 മിനിറ്റ് സംസാരിക്കും. അതിൽ 8 മിനിറ്റും സ്വന്തം മക്കളുടെ റിസൾട്ടിനെ കുറിച്ചായിരിക്കും. എൻ്റെ മോൻ അല്ലെങ്കിൽ മോൾ പഠിക്കാതെയാണ് ഈ 80% വാങ്ങിയത്, അവൻ പഠിച്ചിരുന്നെങ്കിൽ ട്രംപ് പോലും തോറ്റുപോയേനെ എന്നൊക്കെയാണ് ഡയലോഗ്സ്. ഇനി എങ്ങാനും സ്വന്തം മകന് അല്ലെങ്കിൽ മകൾക്ക് അവാർഡ് കിട്ടില്ലെന്ന് ഉറപ്പായാൽ ഉടൻ തന്നെ ഒരു പുതിയ അസോസിയേഷൻ ഉണ്ടാക്കും. മലയാളി അസോസിയേഷൻ പിളർന്ന് പുതിയ റിയൽ മലയാളി കൾച്ചറൽ ആൻഡ് പരീക്ഷാ സഹായ സംഘം വരെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉദ്ദേശം ഒന്നേയുള്ളൂ, തൻ്റെ മകനോ മകൾക്കോ അവാർഡ് കൊടുക്കാൻ സ്വന്തമായി ഒരു വേദി. അവർക്ക് കുട്ടികളുടെ മാർക്കിനേക്കാൾ വലുത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്. ഇതിനിടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്ന കുട്ടികളുടെ കാര്യം അക്ഷരാർത്ഥത്തിൽ കഷ്ടമാണ്. അടുത്തത് പെർത്തിലെ ഒരു ബുദ്ധിമാന്റെ വിശേഷമാണ്. പുതുവർഷം ആഘോഷിക്കാൻ എല്ലാവരും പടക്കം പൊട്ടിക്കും. പക്ഷേ പെർത്തിലെ ഒരു പയ്യൻ പടക്കം പൊട്ടിച്ചത് നേരെ ഉണങ്ങിയ പുല്ലിലേക്കാണ്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അത് ഒരു വലിയ തീക്കുണ്ടാക്കി. എല്ലാവരും വീട് വിട്ട് ഓടിയപ്പോൾ ആ പയ്യൻ ആലോചിച്ചത് ഇത്രയും വലിയ വെട്ടം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നായിരിക്കും. എന്തായാലും പോലീസ് പുള്ളിക്കാരന് ഒരു സ്പെഷ്യൽ VIP സെല്ല് റെഡിയാക്കിയിട്ടുണ്ട്. അവസാനമായി മറ്റൊരു വാർത്ത നമ്മുടെ PM-നെ പറ്റിയാണ്. പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ പ്രസംഗിക്കാൻ കയറിയതാണ്. പുള്ളി വാ തുറന്നതും കാണികൾ ഒരേ സ്വരത്തിൽ ബൂ എന്ന് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. പാവം ആൽബോ ആകെ കൺഫ്യൂഷനിലായി. ഇതിപ്പോൾ താൻ ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി തന്നെയാണോ അതോ ഏതെങ്കിലും റിയാലിറ്റി ഷോയിലെ എലിമിനേഷൻ റൗണ്ടിൽ നിൽക്കുകയാണോ എന്ന് പോലും പുള്ളി ചിന്തിച്ചു കാണും. നാട്ടുകാർക്ക് വേണ്ടത് ഒരു റോയൽ കമ്മീഷൻ അന്വേഷണമാണ്, പക്ഷേ PM കൊടുക്കുന്നത് വെറും സ്മൈൽ മാത്രം. ഇതോടുകൂടി ഈ ആഴ്ചയിലെ കങ്കാരു ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി. നമസ്കാരം, ഞാൻ മങ്കേഷ് മനോഹരൻ. എല്ലാവർക്കും സിനിമാ വാർത്തകളിലേക്ക് സ്വാഗതം. മികച്ച ആശയങ്ങൾ കൊണ്ടെന്നും അതിശയിപ്പിച്ചിട്ടുള്ള മലയാള സിനിമ കഴിഞ്ഞ വർഷവും നിരവധി ഗംഭീര സിനിമകൾ പ്രേക്ഷകർക്ക് നൽകി. മലയാളത്തിലെ ആദ്യത്തെ 300 കോടി നേടിയ സിനിമ ലോക സംഭവിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു. ഡൊമിനിക് അരുണായിരുന്നു സംവിധാനം. ലോകയുടെ അടുത്ത പാർട്ടുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അതുപോലെ മോഹൻലാൽ സിനിമകളായ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും, പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ തുടങ്ങിയ ചിത്രങ്ങളും വലിയ വിജയമായി. മമ്മൂട്ടി പ്രതിനായകനും വിനായകൻ നായകനുമായി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ മികച്ച അഭിപ്രായം നേടി. ആസിഫ് അലി, അനശ്വരരാജൻ എന്നിവർ അഭിനയിച്ച ജോഫിൻ സംവിധാനം ചെയ്ത രേഖാചിത്രം, പ്രണവ് മോഹൻലാൽ അഭിനയിച്ച രാഹുൽ സദാശിവന്റെ DS ഇറെ, കിഷ്കിന്ധകാണ്ഡം ടീം വീണ്ടും ഒന്നിച്ച എക്കോ, സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ഹൃദയപൂർവ്വം തുടങ്ങി കളക്ഷനും നിരൂപപ്രശംസയും ഒരുപോലെ നേടിയ നിരവധി സിനിമകൾ തിയേറ്ററിലെത്തി. നടൻ ദിലീപിന്റെ തിരിച്ചുവരവ് ചിത്രം എന്ന നിലയിൽ ഏറെ കൊട്ടിഘോഷിച്ച് റിലീസായ ഭ തിയേറ്ററിൽ കാര്യമായ ചലനമുണ്ടാക്കിയില്ല. അതേസമയം പ്രേക്ഷകർ ആത്മാർത്ഥമായി തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്ന നടൻ നിവിൻ പോളിയുടെ അഖിൽ സത്യൻ ചിത്രമായ സർവം മായ പ്രേക്ഷക പ്രീതി നേടി. തിയേറ്ററിൽ വലിയ പ്രതികരണം സൃഷ്ടിക്കാനായില്ലെങ്കിലും ഓൺലൈൻ റിലീസിന് ശേഷം മികച്ച പ്രതികരണങ്ങൾ നേടിയ ഫെമിനിച്ചി ഫാത്തിമ, കോലാഹലം, മൂൺവാക്ക്, നാരായണിയുടെ 3 ആൺമക്കൾ, തടവ് തുടങ്ങിയ ചെറിയ സിനിമകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. എങ്കിലും കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ 180 സിനിമകളിൽ വളരെ കുറച്ചു സിനിമകൾക്ക് മാത്രമേ തിയേറ്ററിൽ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നത് ഒരു വ്യവസായമെന്ന നിലയിൽ
ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് മലയാള സിനിമയിൽ സെൻസർ ബോർഡിന്റെ ഇടപെടലുകൾ പരിധിവിട്ട വർഷം കൂടിയായിരുന്നു 2025. തിയേറ്ററിൽ റിലീസായ എമ്പുരാൻ ചില രാഷ്ട്രീയ കക്ഷികളുടെ ഭീഷണിയെ തുടർന്ന് വീണ്ടും കട്ടുകളോടെ റീസെൻസർ ചെയ്യേണ്ടി വന്നു. ഷൈൻ നിഗം നായകനായ ഹാൽ എന്ന സിനിമയും അനാവശ്യമായ സെൻസർ നടപടികൾ നേരിട്ടു. വരാനിരിക്കുന്ന വർഷവും മലയാളി പ്രേക്ഷകർക്കായി മികച്ച സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഈ ആഴ്ചത്തെ ആനിമല്ലു ഇവിടെ അവസാനിക്കുകയാണ്. ഓസി 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 ഓയ് ഓയ് ഓയ്.